എല്ലാ ദിവസവും വാങ്ങിക്കുന്ന 1 ലിറ്റർ പാൽ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി വെണ്ണ ഉണ്ടാക്കിയെടുക്കാം. നോക്കിയേ, എന്തുവാന്ന് മനസ്സിലായോ? പാലിൻ്റെ അകത്തെ പാടയാണ്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. എന്നും ഇങ്ങനെ പാല് കാച്ചുമ്പോൾ അതെടുത്ത് കുപ്പിയിലിട്ട് വെക്കും. കണ്ടോ, അടച്ച് ഫ്രിഡ്ജിൽ വെക്കുവേ. നമ്മുടെ ആവശ്യത്തിനെല്ലാം കടയിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പാല് കാച്ചുമ്പോൾ വരുന്ന പാടയെടുത്ത് ഡപ്പയിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒരു ഡപ്പ ആകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. നല്ലതുപോലെ വറ്റണവേ. അപ്പോൾ തന്നെ മണ്ടയ്ക്കൂടെ നീങ്ങനെ തെളിയുന്ന കണ്ടോ. 1/2 മണിക്കൂറോളം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതെല്ലാം പാടയാണ് പാലിൻ്റെ. നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി മായമൊന്നും ചേർക്കാതെ നമുക്ക് സ്വന്തമായിട്ട് വെണ്ണ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഈ സംഭവം കണ്ടു, അതിൻ്റെ അകത്ത് ആ സംഭവം ആ പാട മുരിഞ്ഞതാണ്. ഇത് നമ്മൾ ഒരാഴ്ചയായില്ലേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇത് നെയ്യ് ഉരുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് കഴിക്കത്തില്ല. പക്ഷേ നമുക്ക് പാട ഒരു ദിവസം തന്നെ ഇത്രയും ബോട്ടിൽ നിറച്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ പാട നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇതിനൊരു ചെറിയൊരു പുളിപ്പ് കാണും. നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ അടുത്ത് വരട്ടിയൊക്കെ കഴിക്കാനേ. കണ്ടോ, ഇതിന് നമ്മൾ കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറോളം ഇങ്ങനെ വെക്കുമേ. കാരണം ഇതിൽ നൂറി ആ നെയ്യ് എല്ലാം ഇതിലോട്ട് ഇറങ്ങണം. ഉണ്ടോ, വരുന്നുണ്ടോ? നല്ല അടിപൊളി നെയ്യ്. ഓക്കെ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇത്രയും കളറുണ്ടോ? കണ്ടോ, ഇതുകൂട്ട് നിങ്ങൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തണുത്തിട്ട് നമുക്ക് ബോട്ടിലാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ, 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കുപ്പിയിലാക്കി വെക്കണം. ഞാനൊരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. കണ്ടോ, ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. പാലിൻ്റെ പാടയൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു മായവും ചേർക്കാത്ത നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവരും ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ശരിയെന്നാൽ ഓക്കെ.